ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാട്ടർ കളർ സ്റ്റഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രീവിയസ് വീഡിയോസൊക്കെ തന്നെ കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓരോ വർക്കുകളും ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്കിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കുറച്ച് ലെങ്തിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുട്ടികൾക്ക് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്, വെറുതെ ജസ്റ്റ് ഒരു വീഡിയോസ് ഇട്ടിട്ട് പോവുമല്ല. അപ്പോൾ അത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ഇനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളെ ഔട്ട്ലൈനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടുക. ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഗോൾഡൻ യെല്ലോ, ലെമൺ യെല്ലോ, പിന്നെ സാപ്പ് ഗ്രീന്, ക്രിംസൺ ബേൺസീന് കേട്ടോ. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്, അതായത് നമ്മൾ ഫസ്റ്റ് ടോൺ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ്, റൗണ്ട് ബ്രഷ് 13 എന്നുള്ള നമ്പറാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു പേപ്പർ ഒന്ന് വെറ്റാക്കി കൊടുക്കുകയാണ്. ഇത് ഡ്രൈ ആവുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടോൺ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഗോൾഡൻ യെല്ലോ പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ടോൺ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പേപ്പർ വെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം അല്ലേ. അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ടോൺ അപ്ലൈ ചെയ്താലാണ് ഈ ഒരു വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. പേപ്പർ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രഷിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ബ്രഷ് വലിച്ചിട്ടുള്ള പാടുകളൊക്കെ അവിടെ കാണും. അപ്പോൾ ഡ്രൈ ആവുന്നതിന് മുന്നായിട്ട് തന്നെ ഫസ്റ്റ് ടോൺ അപ്ലൈ ചെയ്യാം.
നമ്മളിപ്പോൾ ഈ ലീഫും തണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനും അതേപോലെ ലെമൺ യെല്ലോയും ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിംസൺ റെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ഡാർക്ക് ടോണ് അപ്ലൈ ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ്റെ മുകളിൽ കൂടെ ഈ ക്രിംസൺ റെഡ് വെച്ചിട്ട് പെൻസിൽ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബ്രഷ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പിനനുസരിച്ചിട്ട് വാഷ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ലൈറ്റും ഡാർക്ക് ടോണും നമുക്ക് കിട്ടും കേട്ടോ. ബുക്കിൻ്റെ താഴ്ഭാഗത്ത് ഷാഡോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബേൺസീനയാണ് കേട്ടോ. അതിലേക്ക് ചെറുതായിട്ടൊന്ന് സാപ്പ് ക്രീം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് ടോണാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബുക്കിൻ്റെ ഈ കോൺ ഭാഗം ഡാർക്ക് ടോൺ കാണിക്കാൻ വേണ്ടിയിട്ട് ബേൺസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോൺ ഭാഗവും ഒരേ ഡാർക്ക് ടോൺ ആവില്ല കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും വെള്ളം കൂട്ടിയും കുറച്ചിട്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ.